ഇതൊരു സാധാരണ കഥയല്ല. ഉച്ചിഹ വംശത്തിന്റെ ഭൂതകാലവും ഭാവിയും കണ്ടുമുട്ടുന്ന വെറും 28 സെക്കൻഡ് നീളുന്ന ഒരു വൈകാരിക യാത്രയാണിത്. ചില ഓർമ്മകൾ സമയം മായ്ക്കില്ല. ഈ ഒറ്റ ഡയലോഗ് മതി ഉച്ചിഹ വംശത്തിന്റെ ആ തീരാവേദന നമ്മളിലേക്കെത്തുവാൻ, അല്ലേ? സങ്കൽപ്പിച്ചു നോക്കൂ, രാത്രി ആ തണുത്ത കാറ്റില് ട്രെയിനിംഗ് ഗ്രൗണ്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന സരട. വല്ലാത്തൊരു ഏകാന്തത ഫീൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്നാണ് പിന്നിൽ നിന്നൊരു ശബ്ദം. നിന്റെ കണ്ണുകൾ അതേപോലെ തന്നെയാണ്. സാസ്കയെ ഓർമ്മിപ്പിക്കുന്ന ആ നിഗൂഢ ശബ്ദം. അവൾ ഞെട്ടിത്തിരിയുമ്പോൾ യെസ്, ഇരുളിൽ നിന്ന് സാക്ഷാൽ ഇറ്റാച്ചി നടന്നുവരികയാണ്. കഴിഞ്ഞ കാലം അവളുടെ മുന്നിൽ നിൽക്കുന്നു. നീ ആരാണ്? വല്ലാത്തൊരു ഷോക്കിലാണവൾ. സ്വന്തം കുടുംബത്തിന്റെ ആ ഇരുണ്ട ചരിത്രമൊന്നും അറിയാത്തൊരു കുട്ടിയുടെ നിഷ്കളങ്കതയാണ് ആ ചോദ്യം. വെറും 28 സെക്കൻഡുകൾ മാത്രമുള്ള ഈ കൂടിക്കാഴ്ച എത്ര വേഗത്തിലാണ് നടക്കുന്നതെന്നോ? ആ ഹ്രസ്വസമയം തരുന്ന ഇമോഷൻസ് വളരെ വലുതാണ്. ഇറ്റാച്ചി വളരെ ശാന്തമായാണ് അവളെ നോക്കുന്നത്. ആ കണ്ണുകളിൽ പ്രതികാരമില്ല, പകരം വരും തലമുറയോടുള്ള പ്രതീക്ഷയും ഒരുപാട് സ്നേഹവും മാത്രം. നിന്റെ കണ്ണുകളിൽ ഞാൻ നഷ്ടപ്പെട്ട ഒരു ലോകം കാണുന്നു. നഷ്ടപ്പെട്ട തന്റെ ഉച്ചിഹ കുടുംബത്തെക്കുറിച്ചുള്ള ഇറ്റാച്ചിയുടെ വലിയൊരു സങ്കടമാണിത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്ന സര. പക്ഷേ ഇറ്റാച്ചിയുടെ ആ ഒരു പുഞ്ചിരിയും ഇറ്റ്സ് ഓക്കെ എന്ന വാക്കും മതിയായിരുന്നു. എല്ലാം കണ്ടുകഴിഞ്ഞ സന്തോഷത്തിൽ ഇറ്റാച്ചി പതുക്കെ ആ ഇരുട്ടിലേക്ക് തന്നെ തിരികെ മറയുകയാണ്. ഒരു വല്ലാത്ത ഫീലല്ലേത്? പോകുന്നതിനു മുൻപ് അവന്റെ അവസാനത്തെ വാക്കുകൾ കേൾക്കുക. നീ വെളിച്ചമായി ജീവിക്കണം. ഇരുളിൽ ജീവിച്ചവൻ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ഒടുവിൽ സ്ക്രീൻ ഇരുളുമ്പോൾ നമ്മളും ചിന്തിച്ചുപോകും, ഉജിഹയുടെ പഴയ ശാപങ്ങളൊക്കെ മറികടന്ന് സരടയ്ക്ക് ആ വെളിച്ചം കണ്ടെത്താനാകുമോ? നിങ്ങൾക്കെന്ത് തോന്നുന്നു?